ഞാൻ സുബീഷാണ്. റുപ്പിമംഗ് എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനലിലൂടെയും ആസ്ക് റുപ്പിമംഗ് എന്ന് പറഞ്ഞ വാട്സപ്പ് സർവീസിലൂടെയും പേഴ്സണൽ ഫിനാൻസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞു തരുന്നത് ഞാനാണ്. ഇന്നത്തെ ഈ ഷോർട്ട് വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് ഇൻഡെക്സ് ഫണ്ടുകളുടെ ഗുണങ്ങൾ എന്താണെന്ന് ആളുകൾ ചോദിക്കാറുണ്ട്. ഇൻഡെക്സ് ഫണ്ടുകളുടെ ഗുണങ്ങൾ എന്താണെന്ന് വെച്ചാൽ അത് ഒരു നിശ്ചിത എണ്ണം സ്റ്റോക്കുകൾ ഒരു നിശ്ചിത അനുപാതത്തിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരു പോർട്ട്ഫോളിയോ ആയിരിക്കും മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. അതായത് നിഫ്റ്റി 50-ലെ ഇൻഡെക്സ് ഫണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിഫ്റ്റിയിലെ 50 സ്റ്റോക്കുകൾ അതിൻ്റേതായിട്ടുള്ള അനുപാതത്തിലാണ് ഇൻവെസ്റ്റ് ചെയ്യുള്ളൂ. അതുപോലെ ഫണ്ട് മാനേജ്മെൻറ്റ് കമ്പനിയോ ഫണ്ട് മാനേജറോ മാറുകയോ അല്ലെങ്കിൽ ഫണ്ട് മാനേജ്മെൻറ്റ് കമ്പനിക്ക് എന്തെങ്കിലും സംഭവിക്കുകയൊന്നും ചെയ്താലൊന്നും വലിയ കാര്യമായിട്ട് ഈ ഇൻഡെക്സ് ഫണ്ടുകളിൽ മാറ്റം വരില്ല, അല്ലെങ്കിൽ ഒരു മാറ്റവും വരില്ല എന്ന് തന്നെ പറയാം. അതായത് അത് ഒരു ആളെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് വർക്ക് ചെയ്യുന്ന സംഭവമല്ല. പിന്നെ ഇതിൻ്റെ എക്സ്പെൻസ് റേഷ്യോ കുറവ് ആണ് എന്നുള്ളതാണ് വളരെ അട്രാക്റ്റീവ് ആയിട്ടുള്ള 0.1 അതിൽ താഴെയൊക്കെ ആയിരിക്കും ഇതിൻ്റെ സാധാരണ രീതിയിൽ എക്സ്പെൻസ് റേഷ്യോ. പിന്നെ ഒരിക്കലും ഇത് ഒരു നിഫ്റ്റിയെ കവച്ച് വെക്കുന്ന രീതിയിലുള്ള റിട്ടേണോ അല്ലെങ്കിൽ നിഫ്റ്റിയിൽ നിന്ന് വളരെ താഴ്ന്നിട്ടുള്ള റിട്ടേണോ ഒന്നും തരാനുള്ള സാധ്യതയില്ല. ഇൻഡെക്സിനെ അത് ഡിപ്പെൻഡ് ചെയ്തിട്ടുള്ള ഇൻഡെക്സിനെ അനുസരിച്ചുള്ള ഒരു റിട്ടേൺ എപ്പോഴും കിട്ടിക്കൊണ്ടിരിക്കും. ഈ ഇൻഫർമേഷൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ വീഡിയോ കൂട്ടുകാരുമായിട്ട് ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂട്ടുകാരുമായിട്ട് വീഡിയോ ഷെയർ ചെയ്യുക.